ഗുരുഎണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ഡോസ്റ്റോവ്സ്കിയുടെ അലീഷ്യ പറഞ്ഞാണ് അതിൻ്റെ ശരി. ഓൾ ഓഫ് എസ് ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ആൻഡ് ഐ ഈവൺ മോർ. എല്ലാവരും എല്ലാത്തിനും ഉത്തരവാദികളാണ്. എനിക്കാവട്ടെ കുറച്ചേറെ ഉത്തരവാദിത്തമുണ്ട് താനും. ഒറ്റ നോട്ടത്തിൽ തുരുത്തുകളെ കണക്ക് ഒറ്റ തുരുത്തുകളെ കണക്ക് ഇങ്ങനെ വേറിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളറിയണം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണൽത്തിട്ടം ഒന്ന് തന്നെ. ചിലന്തി ചെയ്യുന്ന വല കണക്കാണ് ഈ പ്രപഞ്ചം. ഒരു നാരി മാത്രമായിട്ട് ആർക്കും തൊടാൻ പറ്റില്ല. ഒരു നാലിൽ തൊടുമ്പോൾ മുഴുവൻ വലയ്ക്കും ഉലച്ചിൽ സംഭവിച്ചേ പറ്റൂ. അകറ്റി നട്ട മരങ്ങളെന്നൊക്കെ പറഞ്ഞ് വീരാൻകുട്ടിയുടെ ഭംഗിയുള്ള കവിതയുണ്ട്. പരസ്പരം തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ അകറ്റി നട്ട മരങ്ങൾ ആഴങ്ങളിങ്ങനെ വേരുകൾ കൊണ്ട് പുണരുന്ന കണ്ടില്ലേ? നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടും പുണർന്നു ജീവിക്കുക. ഈ ഒരു ഉത്തരവാദിത്വത്തെ തിരിച്ചറിയുമ്പോഴാണ് ആത്മീയത ഭംഗിയുള്ള അനുഭവമായിട്ട് മാറുക. ഒന്നോർത്താൽ അത്ഭുതം വരുന്നു. ഇങ്ങനെ വീട് വിട്ടിറങ്ങിയ ഈ ദേശത്തിൻ്റെ ആശാവാദത്തിൻ്റെ സന്യാസിമാർ സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? സമസ്ത ലോകത്തിൻ്റെയും ഭംഗിക്ക് വേണ്ടിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മുഴുവൻ ലോകത്തിനും മംഗളം ഉണ്ടാവട്ടെ, മുഴുവൻ ലോകത്തിനും ഭംഗി ഉണ്ടാവട്ടെ. അപ്പോൾ മുഴുവൻ ലോകത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിർത്തുകയാണ് ശരിയായ ആത്മീയ വിചാരം. ഒറ്റയ്ക്ക് ഒരാൾക്കും ദൈവസന്നിധിയിൽ ചെല്ലാനാവില്ല. ഓരോരുത്തരും ചെല്ലുമ്പോൾ വളരെ കൃത്യമായിട്ട് ആദിയിൽ ഉയർന്ന ശബ്ദം കേൾക്കും. എവിടെ നിൻ്റെ സഹോദരൻ, നിൻ്റെ ബന്ധങ്ങൾ, നിൻ്റെ ഉറ്റവർ, നിൻ്റെ മിത്രങ്ങൾ, നിൻ്റെ ശത്രുക്കൾ, ഇവർക്കൊക്കെ എന്നാ പറ്റി? ആരും സന്നിധിയിലേക്ക് ഒറ്റയ്ക്ക് വരില്ല. വെളുപ്പിനെ പള്ളിയിൽ ഒറ്റയ്ക്ക് പോകുന്നൊരു സ്ത്രീ എടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവൾ ഒറ്റയ്ക്കാണ് പള്ളിയിലേക്ക് പോകുന്നത്? തൊട്ടിലുറങ്ങുന്ന കുഞ്ഞിനെ അവൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് മുമ്പേ എണീറ്റ് ജോലിക്ക് പോയ പുരുഷനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. തളർന്നു കിടക്കുന്ന ഒരയൽക്കാരനെ തൻ്റെ പ്രാർത്ഥന അവൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കും ഈ പടവുകൾ ചവിട്ടി ഒറ്റയ്ക്ക് വരിക സാധ്യമല്ല. എല്ലാവരും കൊടുക്കേണ്ട ഒരു ഉത്തരമുണ്ട്. എവിടെ നിൻ്റെ സഹോദരൻ? നിൻ്റെ സഹോദരൻ എവിടെയാണ്? വേണമെങ്കിൽ നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് വഴുതി മാറാം. പക്ഷെ അപ്പോൾ നമ്മുടെ മീതെ ഇങ്ങനെ തലമുടി നാലിൽ കെട്ടിയിട്ട ഒരു വാള് കണക്ക് ഒരു ദൈവവചനം തൂങ്ങിക്കിടപ്പുണ്ട്. എന്താണത്? നീ അലയുന്നവനായിരിക്കും. അലയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്വസ്ഥയില്ലാതിരിക്കുക എന്നുള്ള. റെസ്റ്റ്ലെസ് അണ്ടിൽ ഡെത്ത്. മനുഷ്യൻ്റെ ഇന്നത്തെ മിക്കവാറും അലച്ചിലുകൾക്കും അസ്വസ്ഥതകൾക്കും ഒക്കെ കാരണം ഈ കൂട്ടുത്തരവാദിത്തത്തെ അവൻ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ചരിത്രത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ അത്തരം ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത കുറേ അധികം പേരുടെ പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. റോമിൽ ഒരാളിങ്ങനെ പട്ടിണി കിടന്നു മരിച്ചു എന്നൊരു വാർത്ത അറിഞ്ഞപ്പോൾ ആ സമയത്ത് പോപ്പ് ഗ്രിഗറി മാർപ്പാപ്പയാണ് ഒരു ആഴ്ചത്തേക്ക് ഇങ്ങനെ കുർബാന അർപ്പിക്കാതെയാണ് തൻ്റെ അനുതാപം, തൻ്റെ വ്യഥ ലോകത്തോട് മന്ത്രിച്ചത്. ഇങ്ങനെ ഒരാൾ തൻ്റെ ചുറ്റിനും പട്ടിണി കിടന്ന് മരിച്ചിട്ട് താൻ അറിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ ആ മനുഷ്യനെ താങ്ങാൻ പറ്റിയില്ല. നമ്മുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു നാമം ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം റെയിൽവേ മന്ത്രിയായിട്ടാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ നമുക്കറിയാം. പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ ആവുന്നുണ്ട്. അടുപ്പിച്ചുള്ള 2 റെയിൽവേ അപകടങ്ങൾക്ക് ശേഷം ആദ്യത്തെ അപകടത്തിൽ നിന്ന് തന്നെ ഈ മനുഷ്യൻ രാജിക്ക് തയ്യാറായിരുന്നു. നെഹ്റു സ്വീകരിച്ചില്ല. രണ്ടാമത്തേനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം വാശി പിടിച്ചു, സ്വീകരിച്ചേ പറ്റൂ. 144 പേര് അന്ന് തമിഴ്നാട്ടിൽ ഒരിടത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്, നെഹ്റു പറഞ്ഞിങ്ങനെയാണ്, ഇതിനകത്ത് ഒരു തരത്തിലും ഈ മനുഷ്യന് ഉത്തരവാദിത്വമൊന്നുമില്ല, എന്നിട്ടും ഇത് ലോകത്തിന് ഭംഗിയുള്ള ദൂതാവട്ടെ എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഈ രാജ്യം ഞാൻ സ്വീകരിക്കുന്നതെന്ന്. അപ്പോൾ ചുറ്റുപാട് നടക്കുന്ന ലോകത്തിൻ്റെ ആകുലതകളോട്, ലോകത്തിൻ്റെ പ്രതിസന്ധികളോടൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരും പ്രതികരിക്കുക? എങ്ങനെയാണ് ഓരോരുത്തരും അതിനകത്ത് കുറേ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? എല്ലായിടത്തും നമുക്ക് ഭംഗിയുള്ള വായനകൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. യോഹന്നാനെക്കുറിച്ച് കേൾക്കുന്ന ഒരു പാരമ്പര്യ കഥ കണക്കാണ്. യോഹന്നാൻ എഫേസസ് സഭയിൽ ചെല്ലുമ്പോൾ അന്ന് പാത്മോസ് ദ്വീപിലെ ഏകദേശം ഒരു നാട് കടത്തപ്പെട്ടവനെ കണക്ക് ജീവിക്കുമ്പോൾ ഇങ്ങനെ സഭകളെ സന്ദർശിക്കാനായിട്ട് ഈ മനുഷ്യൻ പോകുമായിരുന്നു. തനിക്ക് വളരെയേറെ പ്രതീക്ഷ തോന്നിയ ഒരു ചെറുപ്പക്കാരനെ ആ സഭയിലെ ആ വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യത്തിൽ കുറേ ശ്രദ്ധ വേണം. അപ്പം നമുക്ക് വലിയൊരു വാഗ്ദാനമായിട്ട് മാറും. എന്നിട്ട് മൂപ്പനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഈ എഫേസസിലെ സഭ സന്ദർശിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മൂപ്പൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അവൻ മരിച്ചുപോയി. വല്ലാതെ അമ്പരന്നുകൊണ്ട് ഇങ്ങനെ യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, മരിച്ചുപോയോ? അതെ, ദൈവത്തോടും നന്മയോടും അവൻ മരിച്ചുപോയി. അവനിപ്പോൾ വളരെയേറെ
കുപ്രസിദ്ധനായ ഒരു കടൽ കൊള്ളക്കാരനാണ്. അവരോട് ഈ യോഹന്നാൻ വാവിട്ട് കരയുക. നമ്മളെ ഏൽപ്പിച്ച ഈ കുഞ്ഞിൻ്റെ മേൽ, ഈ ചെറുപ്പക്കാരൻ്റെ മേലിൽ അവൻ മരിച്ചുപോയെന്ന നിസ്സംഗമായൊരു മറുപടി മാത്രമാണോ ദൈവം ആഗ്രഹിക്കുന്നത്? എന്നിട്ട് യോഹന്നാൻ ചെയ്യുന്ന വളരെ അപകടം പിടിച്ചൊരു കളിയാണ്. അയാളിങ്ങനെ വളരെ ബോധപൂർവം ഈ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ ചെന്ന് ചാടുകയും അവർ ഈ മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുന്നത്, ഒരു കാലത്ത് താൻ വളരെയേറെ വാത്സല്യത്തോട് വളർത്താൻ ആഗ്രഹിച്ച ഈ ചെറുപ്പക്കാരൻ, അവനാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് ലീഡർ. യോഹന്നാൻ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ വല്ലാതെ അമ്പരന്ന് പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് യോഹന്നാൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു അപ്പം മകനെ തേടി വന്ന കണക്ക. മകന് നിനക്ക് എന്താ പറ്റിയത്? നീ പുലർത്തേണ്ട വിശ്വസ്തത, നീ പുലർത്തേണ്ട സ്നേഹത്തിനൊക്കെ എവിടെയാണ് പരിക്ക് പറ്റിയത്? നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാണ്, ഒരുപക്ഷെ അതിന് പോലും യാതൊരു വിധത്തെ ഭംഗിവാക്കല്ല, അതൊക്കെ ചെയ്യാൻ തയ്യാറായുള്ള മനുഷ്യരായിരുന്നു ആദിമ ശിഷ്യന്മാർ, നമുക്കറിയാം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടോ രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തും വാവിട്ട് കരഞ്ഞും വീണ്ടും ഈ ചെറുപ്പക്കാരനെ വീണ്ടെടുക്കുകയും അയാൾ വളരെ ഭംഗിയുള്ള പ്രകാശമുള്ള ജീവിതം ആരംഭിച്ചതായിട്ട് ആദ്യ കാല പിതാക്കന്മാരിൽ ഒരാളായി യൂസേബീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ക്ലമൻ്റ് ഓഫ് അലക്സാണ്ട്രിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കഥയായിട്ടൊക്കെയാണ് അദ്ദേഹം അത് വിശദീകരിക്കുക. എല്ലായിടത്തും ഓരോരുത്തരെ ഏൽപ്പിച്ചവർക്ക് എന്നാ പറ്റി? അതിങ്ങനെ വളരെ വ്യക്തിപരമായിട്ടോ നേരിട്ടോ ആണെന്ന് പോലുമില്ല. ഉദാഹരണത്തിനായിട്ട് ആദിവാസി കുഞ്ഞുങ്ങളിങ്ങനെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പിറവ് കൊടുക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന കഥകൾ ഇങ്ങനെ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ കാലം തൊട്ട് തന്നെ ഓരോ മാസവും അവളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന, ഓരോ കാര്യങ്ങൾക്കകത്തും കൃത്യശ്രദ്ധ പുലർത്തുന്ന, ദീർഘമായ കാലത്തിൽ വലിയ ബെഡ് റെസ്റ്റൊക്കെ ആവശ്യപ്പെടുന്ന കുറേ അധികം വൈദ്യന്മാരുള്ള ഈ ദേശത്ത് ഈ കുഞ്ഞുങ്ങളുടെ മേലിൽ ഒരു പൊക്കിൾ കൂടി കൃത്യമായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് മരിച്ചു പോകേണ്ടി വരുന്ന ഈ കുഞ്ഞുങ്ങളുടെ മീതെ ഇവിടുത്തെ ആരോഗ്യ രംഗത്തിന് ഒരു ശ്രദ്ധ വേണ്ടേ? ഓരോരുത്തരും അവരവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആകുലതയോ അശാന്തിയോ ഒക്കെ അനുഭവിക്കുന്നത് നല്ലതാണ്. സന്യാസം എന്നൊക്കെ പറയുന്നത് പോലും വാസ്തവത്തിൽ ലോകത്തോടുള്ള ആകുലതയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്, രൂപപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ സന്യാസം സ്വീകരിക്കുന്നത്? പണ്ട് മനുഷ്യർ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പ്രേരണ കൊണ്ടിങ്ങനെ മനുഷ്യൻ സന്യാസത്തിലേക്ക് വരികയെന്ന്. അല്ല, ഒരു മനുഷ്യൻ വീട് വിട്ട് പോകുമ്പോൾ അതിനെപ്പോഴും രണ്ട് കാരണം ഉണ്ടാകും. ഒന്നിങ്ങനെ വസിക്കുന്ന ലോകം ഇങ്ങനെ വിഷമവും ഭാരവും സങ്കടമുള്ള ലോകമാണെന്നറിയുക. അതുകൊണ്ട് തന്നെ തൻ്റെ കുടിസ് വീടിൻ്റെ ഒരു സുരക്ഷിതത്വവും സന്തോഷവും അയാളെ ഒരു തരത്തിലും ഇങ്ങനെ മോഹിപ്പിക്കുന്നില്ല. രണ്ടാമത്തത്, ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും തൻ്റേതായ എന്തെങ്കിലും പരിഹാരം തരാമെന്നുള്ള അന്വേഷണമാണ്. അപ്പോൾ സന്യാസിയായാലും വൈദ്യനായാലും ചുമട്ടുതൊഴിലാളിയായാലും ഈ ലോകത്തോട്, അവനവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തോട് ഒരു ആകുലത അനുഭവപ്പെട്ടില്ലെങ്കിൽ, അതിനു മീതെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അനുഭവപ്പെട്ടില്ലെങ്കിൽ, പിന്നെ അവർ വലിയ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കരുത്. ആത്മീയത എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പോലുമുള്ള ആ ധാർമ്മികമായ ബലം, ധാർമ്മികമായ അർഹത അവർക്കില്ല. മോശയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഇങ്ങനെയാണ്, ദൈവം മോശയെ കണ്ടെത്തി എങ്ങനെയാണ്? മോശയെ കണ്ടെത്തി എങ്ങനെയാണ്? ആട്ടിൻകൂട്ടത്തിൽ നിന്ന്, ആ സമയത്ത് അയാൾ ആട് മേയ്ക്കുകയായിരുന്നു, ഇടയനായിരുന്നു. ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു ആടിനെ കാണാതെ പോയി. മോശ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ചെല്ലുമ്പോൾ മരുഭൂമിയിലെ ഒരു കുഞ്ഞൊരു ഉറവയുടെ അടുക്കൽ ഈ ആട് നിന്ന് വെള്ളം കുടിക്കുക. മോശയ്ക്ക് വലിയ ചങ്കുവേദന വരിക. മോശയ്ക്ക് മനസ്സിലായി ആ ആടിന് ദാഹമുണ്ടായിരുന്നു എന്ന് താൻ തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ ആടിങ്ങനെ ആലവിട്ട് പോയത്. അപ്പോൾ തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു ആടിന് ദാഹിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അത്ര നല്ലതല്ലാത്ത ഇടയനായിട്ട് അയാൾക്ക് സ്വയം അനുഭവപ്പെട്ടു. അയാൾക്ക് ആത്മമെന്ന് തോന്നി. അയാൾ ആ ആടിനോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് അതിനെ നടക്കാൻ പോലും അനുവദിക്കാതെ തൻ്റെ തോളിൽ എടുത്തുകൊണ്ട് ഒരു അനുതാപ ശുശ്രൂഷ കണക്ക് എടുത്തുകൊണ്ട് വരുമ്പോഴാണ് മരുഭൂമിയിൽ വെച്ച് ദൈവം മോശയെ വിളിക്കുന്നത്. കാരണം അത് വലിയൊരു അടയാളം, വലിയൊരു ജസ്റ്റർ. കൂടെ പാർക്കുന്നവർക്ക് എന്താണ് ആവശ്യമെന്ന് പലപ്പോഴും ചിന്തിക്കാനായിട്ടുള്ള ശ്രദ്ധ പോലും ഇല്ലാത്തൊരു കാലത്തിനകത്ത് ഈ മോശ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ ആടുമായി വരുന്ന ഓർത്താൽ നല്ലതാണ്. ചിലപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ അധ്യാപകരോട് പറയാറൊരു കാര്യമുണ്ട്. ഒരു പിക്നിക്കിന് ഒരുമിച്ച് പോകുന്ന ഒരു ഒരു സ്കൂളിലെ സംഘം, വിദ്യാർത്ഥി സംഘം തിരിച്ച് വന്നിട്ട് ഏതെങ്കിലും ഒരു ഇടം കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴേക്കും റോൾ നമ്പർ എടുക്കുന്നു. 70 പേരുണ്ട്. ഇപ്പോൾ എണ്ണെടുക്കുമ്പോൾ 69 പേരേ ഉള്ളൂ. പിന്നെ എണ്ണുന്നു. പിന്നെ
എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നുള്ള ആബ്സെൻ്റ് ആകുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞ കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ അധ്യാപകരും കുറച്ച് മുതിർന്ന വിദ്യാർത്ഥികളും കൂടി ഇങ്ങനെ വീണ്ടും തങ്ങൾ പുറപ്പെട്ടിടത്തേക്ക് തന്നെ മടങ്ങി ചെല്ലുമ്പോൾ ഈ അനീഷ് ഒരു മുറുക്കാൻ കടയിൽ ഇരുന്നു കൊണ്ട് ഒരു സോഡാ നാരങ്ങ കുടിക്കാമെന്ന് വിചാരിക്കുക. ലോകത്ത് ഏതെങ്കിലും അധ്യാപകന് തോന്നിയിട്ടുണ്ടോ തൻ്റെ ആ കുട്ടിക്ക് ദാഹിക്കുന്ന കാരണം കൊണ്ടാണ് കുട്ടി ഈ കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുന്നതെന്ന്? ഒരു അധ്യാപനം തോന്നേണ്ട കാര്യമില്ല. അപ്പോഴാണ് നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാകുന്നത്. ഇനി ഈ മുഴുവൻ എക്സ്കർഷൻ അവസാനിക്കുവോളം ഓരോ ഇടങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ വിളിച്ച് പറയും, അനീഷ് ശ്രദ്ധിക്കണം, അനീഷ് ആദ്യം വരണം. പക്ഷേ ഈ വർഷം കൊണ്ടും കാര്യങ്ങൾ തീരത്തില്ല. അടുത്ത വർഷത്തെ പഠനയാത്ര ഉണ്ടാകുമ്പോഴും അധ്യാപകർ പറഞ്ഞു തുടങ്ങും, കഴിഞ്ഞ വർഷം അനീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇടറിപ്പോകുന്നവരോടുള്ള നമ്മുടെ സമീപനം അല്പം പോലും ഭംഗിയുള്ളതല്ല. എന്തുകൊണ്ട് മനുഷ്യൻ ഇടറിപ്പോകുന്നു? നമ്മുടെ ശ്രദ്ധയില്ലായ്മയും ധാരണയില്ലായ്മയും കൊണ്ടാണ് മനുഷ്യ ഇടറിപ്പോകുന്നത്. മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനുമീത് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വേദപുസ്തകത്തിലെ ആ ഭാഗം എന്നും വായിക്കുന്ന നമ്മൾ കുറേ കൂടി ഒരു ഭേദപ്പെട്ട ജീവിതത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്താണത്? ഒരു ആടിനെ കളഞ്ഞു പോയി കഴിഞ്ഞെന്നാൽ ഇങ്ങനെ 99 ആടുകളെയും വിട്ടിട്ട് അതിനെ തേടിപ്പോകുന്ന ഒരാൾ. ചെറുപ്പത്തിലൊന്ന് വായിച്ച് കേൾക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരാടിനെ അന്വേഷിച്ചൊരു ഇടയം പോകുന്നു, അതിനിപ്പോൾ എന്താ പറയാനായിട്ടുള്ളത്? പക്ഷേ മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഗ്രാവിറ്റിയുള്ള ഒരു ഉപമയായത്. 99 ആടുകൾ കൂടെ ഉള്ളൊരു മനുഷ്യന് വേണമെങ്കിൽ ആശ്വസിക്കാവുന്നേ ഉള്ളൂ, 99 ആടുകൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പോയത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇതല്ലേ ഓരോ കാലങ്ങളിലും മനുഷ്യ പുലർത്തുന്ന മനോഭാവം. പക്ഷേ ഹൃദയപൂർവ്വം ജീവിക്കുന്നവർക്ക്, സ്നേഹപൂർവ്വം ജീവിക്കുന്നവർക്ക് അത്ര എളുപ്പമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരിൽ ആർക്കെങ്കിലും ഒരു 4 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 3 മക്കളൊക്കെ ഇങ്ങനെ ഹൈ പ്രൊഫൈലുള്ള മക്കളാണ്, സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ ഇടത്തിൽ വളരെ കുലീനമായിട്ട് ജീവിക്കുന്ന മക്കളാണ്. അതിനിടയിൽ ഒരാൾ ഇങ്ങനെ ഡ്രഗിന് അഡിക്റ്റാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും സ്വസ്ഥ ഉണ്ടാവുമോ? ഓരോരോ വീടിനകത്ത് ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഓരോരോ ഒത്തുചേരൽ നടക്കുമ്പോൾ അമ്മയുടെ ചങ്കിനകത്തിരുന്ന് ഇങ്ങനെ ചൂണ്ടക്കുളത്ത് കണക്ക് ആ പറഞ്ഞ മകൻ്റെ ഓർമ്മയുണ്ടാവില്ലേ? അപ്പോൾ സ്നേഹമെന്ന് പറയുന്നൊരു അടിസ്ഥാന വികാരത്തിന് തങ്ങളെ തന്നെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയവർക്ക് മാത്രമേ ഈ പറഞ്ഞ ഉപമയുടെ ഭാരം മനസ്സിലാവുകയുള്ളൂ, ഈ പറഞ്ഞ ഉപമയുടെ സാധ്യം മനസ്സിലാവുകയുള്ളൂ. ഓരോരുത്തരും പ്രധാനപ്പെട്ട 10 ചങ്ങാതിമാരുള്ള ഒരാളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞെന്നാൽ സ്വാഭാവികമായിട്ട് ലോകത്തുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കെന്താ ഇത്രയും ബുദ്ധിമുട്ട്, ഒരാളല്ലേ പോയത്. പക്ഷേ ഒരാളെ വീണ്ടെടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും മൂല്യത്തെക്കുറിച്ച് വലിയ ധാരണ കിട്ടും. പലപ്പോഴും ഇങ്ങനെ ഈ ചെറിയ സമൂഹങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും ഇങ്ങനെ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ഉണ്ടാകുന്നത്. അതിനിടയിൽ ഇങ്ങനെ മാറി നിൽക്കുന്നവർ എന്നാ ചെയ്യും? ഇപ്പോൾ അടുത്ത കാലം വരെ, ഇപ്പോൾ കാര്യങ്ങൾക്കകത്ത് ഭേദമുണ്ട്, അടുത്ത കാലം വരെ ഒരു ഫോം പൂരിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് ജെൻഡറേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. പക്ഷേ ആണിനും പെണ്ണിനും ഇടയിൽ മൂന്നാം കരയിൽ പെട്ടുപോയ ട്രാൻസ്ജെൻഡേഴ്സ് എന്ത് ചെയ്യും? അപ്പോൾ എണ്ണത്തിൽ കുറവായതുകൊണ്ട് മാത്രം നമ്മൾ പലതിനെയും അതിൻ്റെ ഗതിക്കും വിധിക്കും വിട്ടുകൊടുക്കുക. അങ്ങനെയെങ്കിൽ ആ നല്ലിടേൻ്റെ ചിത്രം നമ്മുടെ പള്ളിയുടെ മുഖപ്പുകളിൽ സൂക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല, നമ്മുടെ അലങ്കാര ജാലകങ്ങളിൽ വരച്ചിടാൻ നമുക്ക് അവകാശമില്ല. ഇങ്ങനെ തോളിൽ ഒരു ആടുമായിട്ട് കൂട്ടം തെറ്റിയ ആടാണ്. നമ്മളതിനെ വളരെ കൗതുകമുള്ള ഭംഗിയുള്ള ഒരു പ്രതീകമായിട്ടാണ് എടുക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഇറ്റ്സ് എസ്ട്രേഡ് ലാമ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എസ്ട്രേഡ് ലാമ്പ് എന്ന് പറയുമ്പോൾ കൂട്ടം തെറ്റി ആടെന്ന് പറയുമ്പോൾ ഇങ്ങനെ വളരെയേറെ അപകടത്തിലേക്ക് പോകുന്ന ഒന്നാണ്. അതിനെന്ത് സംഭവിക്കുന്നൊരു പിടുത്തമില്ല. ഇടയനില്ലാതെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലൊരു സാധു ജന്മത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ ആടെന്ന് പറയുന്നത്. അതെങ്ങോട്ട് മുമ്പോട്ട് പോകും? അപ്പോൾ കുറേ കൂടി അവനവൻ പാർക്കുന്ന ലോകത്തോട് വ്യാകുലത വേണം. ചിലപ്പോഴെങ്കിലും കുറേയൊക്കെ ഇങ്ങനെ മക്കളെ തിരുത്തിയിട്ട്, ഒരുപക്ഷെ സങ്കടം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇനി നിൻ്റെ പാടായെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പേരൻസിനെ എനിക്കറിയാം. എന്നിട്ടും അപൂർവമായിട്ടെങ്കിലും ഭംഗിയുള്ള ചില മാതാപിതാക്കന്മാരെ നമ്മൾ കാണുന്നു. ഓരോ പ്രാവശ്യം മക്കൾക്ക് വഴക്കുമ്പോൾ, ഓരോ പ്രാവശ്യം മക്കളെ കൊണ്ട് പുതിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഓരോ പ്രാവശ്യം മക്കളുടെ പേരിൽ അധ്യാപകരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ, ഓരോ പ്രാവശ്യം മക്കളുടെ ചില ഇടപെടലുകളുടെ പേരിൽ സമൂഹത്തിൽ തലകുനിച്ച് നിൽക്കേണ്ട ബാധ്യത വരുമ്പോഴും ഇങ്ങനെ മക്കളെ ഒരുതരം അനുഷ്ഠാനം കണക്കിങ്ങനെ പിന്തുടരുന്ന മാതാപിതാക്കന്മാരുണ്ട്. അവരെയൊക്കെ ഈ രാത്രിയിൽ ഒന്ന് മനസ്സുകൊണ്ട് പ്രണമിക്കുക. അപ്പോൾ വലിയ ഇടപെടൽ നടത്തേണ്ട ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ചെറിയ ജീവിതത്തിലേക്ക് കുരുങ്ങിപ്പോകുന്നത് യേശു വിഭാവനം ചെയ്ത ആ ആത്മീയ വിചാരങ്ങൾക്കോ ബോധത്തിനോ എതിരാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ അവനവൻ്റെ സമൂഹത്തിൽ ഇടപെടാമെന്നുള്ളതിനകത്ത് ഒരു
വഴി യേശു പറഞ്ഞെന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വിചാരത്തെ നിന്ന് പ്രാർത്ഥനയാക്കാമെന്നുള്ളത്, ഒരാൾ അധർമ്മം ചെയ്താൽ എന്നെ ചെയ്യണം. ഇത്ര ഭംഗിയായിട്ടാണ് ഒരു സമൂഹത്തിൽ ഒരു അധർമ്മം ചെയ്ത ഒരാളെ കൺഫ്രണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് യേശു പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സഹോദരൻ അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും അവനും മാത്രമുള്ളപ്പോൾ അവനോട് അത് തുറന്നു പറയുക. എന്നിട്ട് അവൻ നിന്നെ കേട്ടില്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള 1-2 സാക്ഷികളെ കൂടെ കൊണ്ടുവരിക. അവരെയും അവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ സഭയിലേക്ക് കൊണ്ടുവരിക. സഭയിൽ കൊണ്ടുവന്നിട്ടും അവൻ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല, ഗുണപരമായിട്ട് പോകുന്നില്ലെങ്കിൽ അവൻ നിനക്ക് ചുങ്കക്കാരനെ കണക്കും പുറംജാതിയെ കണക്കും ആവട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ വാക്കുണ്ട്. 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കട്ടമരത്തിലിരുന്ന് മരപ്പണിക്കാരൻ തൻ്റെ കാലത്തെ അധർമ്മികളെ എങ്ങനെയാണ് തിരുത്തേണ്ടതിനെക്കുറിച്ച് എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് പോലും ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പാലിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത് ഇങ്ങനെ തുറന്നു പറയാനുള്ള ധൈര്യമാണ്. പലപ്പോഴും നമ്മൾ പലതിനോടും പറയണില്ല. ഒരു കുട്ടി പോലും എന്തുകൊണ്ടാണ് ഇത്രയും രാത്രിയിൽ ഇത്രയും വൈകിയൊക്കെ അവൻ്റെ സെല്ലുമായിട്ടിരിക്കുന്നതൊക്കെ ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത മാതാപിതാക്കന്മാരാണ് നമ്മൾ. അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ പലർക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഇങ്ങനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമുക്ക്. ഈ തുറന്നു പറയാമെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രതിസന്ധികളൊക്കെ ഉള്ളൂ നമ്മുടെ സാധാരണ ജീവിതത്തിൽ. പക്ഷെ അത് പറയാതെ അതിനു മീതെ ഇങ്ങനെ അടയിരുന്ന് ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കഠിനമാക്കിയ നമ്മുടെ കവി പാടുന്ന കണക്ക്, നിന്നോട് പറയാത്ത തെറിവാക്കി കെട്ടിക്കിടന്ന് എൻ്റെ തൊണ്ട കഴിക്കുന്നു. തുറന്നു പറഞ്ഞ് തീരാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ സൗഹൃദങ്ങളിലായാലും ഗാർഹിക ബന്ധങ്ങളിലായാലും ഉത്തരവാദിത്തങ്ങളിലായാലും നമ്മൾ ഈ തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഫലത്തിൽ പണ്ടൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന കണക്ക് ഇത് അകത്തിരുന്ന് നമ്മളെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കക്കയെ തിന്നുന്ന മീനിൻ്റെ കഥ പറയുന്ന കണക്കാണ്. സ്വാഭാവികമായിട്ട് ഈ കക്കയെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് മീൻ പറ്റാത്തത് കൊണ്ട് ഈ കക്ക അകത്തിരുന്ന് മീനെ തിന്നു തീർക്കാമെന്ന് പറയുന്ന കണക്ക് നമ്മളെ കാർന്നിരുന്നു. അപ്പോൾ ഒന്നതാ ഇങ്ങനെ തുറന്നു പറയാനുള്ള ധൈര്യമാണ്. ഈ തുറന്നു പറയാനുള്ള ധൈര്യത്തോടൊപ്പം തന്നെ ഈ നേരെ പറയാമെന്ന് പറഞ്ഞൊരു ആർട്ട് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ നമ്മുടെ കാലത്ത് മനുഷ്യർ എല്ലാം ഇങ്ങനെ ദ്വയാർത്ഥങ്ങളിലാണ് പറയുന്നത്. എല്ലാം ഇങ്ങനെ ഉൽപ്രേക്ഷയും ഉപമയൊക്കെ ആവശ്യമുള്ള കണക്ക് അവരോട് സംസാരിക്കുക. ഈ സ്ട്രെയിറ്റായിട്ട് സംസാരിക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ നേരെ പറയുക, തുറന്നു പറയാനൊക്കെ ഉള്ള ഒന്നാമത്തെ. രണ്ടാമതായിട്ട് ഇതിനകത്തൊരു സ്വകാര്യത പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറയുന്ന സംഭവമുണ്ട്. നീ അവനും മാത്രമായിരിക്കുമ്പോൾ തിരുത്തുക. പൊതുവേദിയിലുള്ള തിരുത്തുകൾ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. നിർഭാഗ്യവശം ഇപ്പോൾ എല്ലാം നമ്മളിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന പൊതുവേദിയിലാണ്. ഒരു വൈദികന് പോലും ചിലപ്പോൾ തിരുത്തേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അതിങ്ങനെ പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് മൈക്കിൽ നിന്നുമൊക്കെ തിരുത്താമെന്ന് പറയുന്നത് ഇങ്ങനെ ക്രിസ്തു സന്ദേശത്തിന് എതിരാണ്. ഫലത്തിൽ എന്നാ സംഭവിക്കുന്നു? സൗഖ്യപ്പെടുത്തേണ്ട ഇടയന്മാർ തന്നെ പരിക്കേൽപ്പിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അധ്യാപകനാണെങ്കിൽ ഒരു 50 കുട്ടികളുടെ ഇടയിൽ ഒരു കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി നീ എന്ത് ചെയ്യുമായിരുന്നു, എവിടെ പോയി കിടക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത്, അവനിങ്ങനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഉചിതമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? പോട്ടെ, കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്ന പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവും പരസ്പരം തിരുത്തുന്നത് നല്ലതാണോ? അവർക്ക് സ്വകാര്യമായ ഇടമുണ്ടല്ലോ, ആ ഇടത്തിൽ വെച്ച് അവർക്ക് തിരുത്തിക്കൂടെ? പൊതു ഇടങ്ങളിൽ വെച്ച് പരസ്പരം തിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആദരിക്കണമെന്ന് മക്കളോടോ ഉറ്റവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതിനകത്തൊരു രണ്ടാമത്തെ വിചാരം ഇനി സ്വകാര്യതകളെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള. പലപ്പോഴും ഇങ്ങനെ തിരുത്തുന്ന മനുഷ്യർക്ക്, തിരുത്താൻ ആഗ്രഹമുള്ള മനുഷ്യർക്ക് തങ്ങൾ തിരുത്തുന്ന മനുഷ്യരുടെ സെൽഫ് എസ്റ്റീം നിലനിർത്തേണ്ട ഒരു ബാധ്യതയുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. യേശുവൊക്കെ പറയുന്ന കണക്ക് നഗ്നനെ ഉടുപ്പിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഓൾറെഡി ലജ്ജാകരമായ സാഹചര്യങ്ങളിൽ പെട്ടുപോയ മനുഷ്യർ, ആ ലജ്ജാകരമായ സാഹചര്യങ്ങളിൽ പെട്ടുപോയ മനുഷ്യരെ കുറേ കൂടി നമ്മുടെ ചർച്ചകളിലേക്ക് കൊണ്ടുവരികയും പൊതുവേദിയിലോട്ട് കൊണ്ടുവരികയും അപകടങ്ങളിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ന്യൂസ് അവറിലൊക്കെ സംഭവിക്കുന്ന കണക്ക് ആ ദീർഘമായ ചർച്ചകളിലോട്ടൊക്കെ വലിച്ചിഴക്കുകയും ചെയ്യുമ്പോൾ എന്തുമാത്രം മനുഷ്യരാണ് പരിക്കേൽക്കുന്നത്, എന്തുമാത്രം പരുക്ക മനുഷ്യരുണ്ടാവുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇങ്ങനെയാണ് പ്രൊട്ടക്ട് ദ സെൽഫ് എസ്റ്റീം എന്നുള്ള മനുഷ്യൻ്റെത്. മൂന്നാമതായിട്ട് സമൂഹത്തിൽ ഈ ക്രെഡിബിളായ മനുഷ്യരെ കണ്ടെത്താനും ആദരിക്കാനും പറ്റണം. എല്ലാ സമൂഹത്തിലും ഉണ്ടാവും തങ്ങളുടെ ധാർമ്മികമായ ബലം കൊണ്ട് ഇങ്ങനെ കുറേ കൂടി ഒരു ഹൈപ്പിച്ചുള്ള മനുഷ്യർ. നമ്മളൊക്കെ വളരെ ലോപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ പറയാൻ മാത്രം ധാർമ്മിക ബലമുള്ള മനുഷ്യർ അവരെല്ലായിടത്തും ഉണ്ട്. സാധു മനുഷ്യരായിരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ടൊരു ചെറിയൊരു ബാല്യത്തിലൊരു ഓർമ്മ, ഇങ്ങനെ മുണ്ടക്കം മടക്കി കുത്തി എല്ലാവരെയും ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന വല്ലാതെ എന്ത് ചെയ്യുന്നു പരുക്കനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് താൻ പഠിപ്പിച്ചൊരു അധ്യാപകൻ വരുമ്പോഴേക്കും മാഷ് വരുന്നത് കൊണ്ട് ഞാൻ മാറിയാണ് കേട്ടാന്ന് പറഞ്ഞിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചുരുണ്ടുകൂടി പോകുന്നൊരു കാഴ്ച. അങ്ങനെ ധാർമ്മിക ബലമുള്ള മനുഷ്യരുണ്ട്.
നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യൻ ആദരിക്കുന്ന ഇങ്ങനെ ധനവും അധികാരമുള്ളവരെ മാത്രമാണ്. കുറേ കൂടി ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കും തമ്മിൽ ഇങ്ങനെ അകലങ്ങളില്ലാത്തവരാണ്, സമാന്തരങ്ങൾ സൂക്ഷിക്കുന്നതല്ല, അടുപ്പമുള്ളവരാണ്. ഇപ്പം മൂന്നാമത്തവരെ നാലാമതായിട്ട് സഭയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയും. സഭയെന്ന് പറയുമ്പോൾ ഇങ്ങനെ നിയമങ്ങൾ പാലിക്കാനായിട്ടൊരു ഇടത്തിനാണെങ്കിൽ സഭയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. നിയമങ്ങൾ പാലിക്കാനാണെങ്കിൽ ഇങ്ങനെ നീതിന്യായ കോടതി മതി. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ പറയുന്ന സഭയും നിയമങ്ങൾ പാലിക്കുന്ന ഇടങ്ങൾ നമ്മൾ ഉണ്ടാവണം. എന്തായിരിക്കും ഇവിടുത്തെ മാനദണ്ഡം? ഇങ്ങനെ അളവില്ലാത്ത കരുണയാണ് സഭയുടെ മാനദണ്ഡം. പിന്നെയും മാപ്പ് കൊടുക്കാൻ തയ്യാറുള്ള, പിന്നെ ഊഴം കൊടുക്കാൻ തയ്യാറുള്ള ഇടത്തിൻ്റെ പേരാണ് ഈ പറയണ സഭയെന്ന് പറയുന്നത്. വലിയ നിയമങ്ങൾ മനുഷ്യൻ്റെ ഭംഗി നശിപ്പിച്ച് കളയും. ഡിമല പറയുന്നൊരു കഥ കണക്ക് ഒരു കുട്ടിയെ തോട്ടം ഇങ്ങനെ ട്രിം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക. അതിനുള്ള യന്ത്രമൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെ പുല്ലിങ്ങനെ ബൾജ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഉടമ പറഞ്ഞു, നീ നിൻ്റെ പണി നീറ്റായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിനക്ക് കൂലി തരുന്ന പ്രശ്നമില്ല, വേണ്ട, പോയി. പിന്നെന്താ ഇത്രയും ശാഠ്യത്തോടുകൂടി ആ ഭാഗം പുല്ല് വെട്ടാത്തതെന്നൊക്കെ നോക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുറേ തവളകൾ പാർക്കുന്നുണ്ട് ഈ പുല്ലിനിടയിലായിട്ട്. ഈ യന്ത്രം ഇങ്ങനെ ഓടിച്ചു ചെന്ന് കഴിയുന്നാൽ ഈ തവളയും കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ ചതഞ്ഞരഞ്ഞ് പോകുന്ന പേടിയിലാണ് അത്രയും ഭാഗം ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമ പറയുന്നുണ്ട്, വേർ ദർ ഇസ് ലവ് ദർ നീഡ് ടു ബി എ ഡിസോർഡർ. നിയമത്തിനകത്ത് ഡിസോർഡർ ഒന്നും പാടില്ല, പക്ഷേ കരുണയിൽ എന്തുമാത്രം വേണമെങ്കിലും മനുഷ്യന് ഈ ക്രമലംഘനങ്ങളാവാം. അവസാനമായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ പിന്നെയും ഹൃദയം കഠിനമാക്കുകയാണ്. ചിലപ്പോൾ മനുഷ്യരുടെ തലവര പഴയ നിയമത്തിലെ ഫറവയെ കണക്കാണെന്ന് തോന്നുന്നു. എന്താ ഫറവയുടെ പ്രത്യേകത? ഓരോ പ്രാവശ്യത്തെ ഇടപെടലിന് ശേഷം പിന്നെയും ഹൃദയം കഠിനമാകുന്നു. അങ്ങനെ പിന്നെയും കഠിനമാകുന്നൊരു തോന്നുന്ന സാഹചര്യത്തിൽ യേശു പറയുകയാണ്, അവൻ നിനക്ക് ചുങ്കക്കാരനെ കണക്കോ ഇതര ജാതിയിൽപ്പെട്ട കണക്കാവട്ടെ എന്നാണ് പറയുന്നത്. ആരും വിചാരിക്കരുത് ഇതിൻ്റെ അർത്ഥം വിട്ടുകളയാണെന്ന്, എന്നേക്കുമായിട്ട് വിട്ടുകളയാണെന്ന്. ഈ കുറിപ്പെഴുതുന്ന ഈ ഓർമ്മ നമുക്ക് വേണ്ടി എഴുതി വെക്കുന്ന മത്തായി പോലും ചുങ്കക്കാരനാണ്. തനിക്ക് അപകീർത്തികരമായൊരു കാര്യം അയാൾ സുവിശേഷമായി കരുതും നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ ചുങ്കക്കാരനെ കണക്കാവട്ടെ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ട് ചുങ്കക്കാരിൽ നിന്നും ഇടറിയവരിൽ നിന്നും ഗണികകളിൽ നിന്നുമൊക്കെ നന്മകൾ പൂക്കുന്നത്. പക്ഷേ അതിന് നേരം കൊടുക്കണം. മനുഷ്യനുള്ള ആത്യന്തികമായ വിശ്വാസമുള്ളത് കൊണ്ട് നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറിയ തിരുത്തിൻ്റെ ആ നിർദ്ദേശങ്ങൾ അവസാനിക്കുക. നമുക്ക് പാർത്തുകൊണ്ടിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ട, ചില കാര്യങ്ങളിലൊക്കെ തിരുത്തേണ്ട നേരം വൈകിയിരിക്കുന്നു. ആമേൻ.